നിങ്ങളൊരു സർഫസ് കൺസിഡർ ചെയ്യാം. ഈ സർഫസിൻ്റെ ഏരിയ നമ്മൾ എസ് എന്ന് എടുക്കുക. ഇതൊരു റെക്ടാങ്കുലർ സർഫസ് ആയതുകൊണ്ട് എസിൻ്റെ വാല്യൂ വരിക ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ്. നമ്മൾ ഡിനോട്ട് ചെയ്യുക, സർഫസ് ഏരിയ ഡിനോട്ട് ചെയ്യുക എസ് എന്ന ലെറ്റർ കൊണ്ടാണ്. ഈ സർഫസിലെ ഒരു ചെറിയ സർഫസ് കൺസിഡർ ചെയ്യാം. ആ ചെറിയ സർഫസിൻ്റെ ഏരിയ നമ്മൾ ഡി എസ് എന്നാണ് കൊടുക്കുക. എ സ്മോൾ സർഫസ് ഓഫ് ഏരിയ ഡി എസ്. ഈ സർഫസിന് പെർപെൻഡിക്കുലറായി പുറത്തേക്ക് വരയ്ക്കുന്ന വെക്റ്ററിനെയാണ് നമ്മൾ ഏരിയ വെക്റ്റർ എന്ന് പറയാം. ദ വെക്റ്റർ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഔട്ട്വേർഡ്സ്. ഒരു സർഫസിന് പെർപെൻഡിക്കുലറായി പുറത്തേക്ക് വരയ്ക്കുന്ന വെക്റ്ററിനെ നമ്മൾ ഏരിയ വെക്റ്റർ എന്ന് പറയും. ഇനി അടുത്തത് വി ആർ ഗോയിങ് ടു സീ വാട്ട് ഈസ് മെന്റ് ബൈ ഇലക്ട്രിക് ഫ്ലക്സ്. അതിൻ്റെ ഡെഫിനിഷൻ നോക്കുക. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസിലൂടെ നോർമലായിട്ട് പെർപെൻഡിക്കുലറായിട്ട് കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണമാണ്. ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ്. നമുക്ക് അതിൻ്റെ ഒരു ഫോർമുല, ഇലക്ട്രിക് ഫ്ലക്സ് ഡിനോട്ട് ചെയ്യുക ഫൈ എന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ കാണാൻ ഉള്ള ഒരു ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അതിന് നിങ്ങളൊരു ഏരിയ കൺസിഡർ ചെയ്യുക. ഒരു സർഫസ്, ഈ സർഫസിൻ്റെ ഏരിയ എസ് ആണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിലാണ് ഈ സർഫസ് കിടക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുക. നോക്കാം, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ ഗ്രീൻ ലൈൻസ് കൊണ്ട് അടയാളപ്പെടുത്തുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ സർഫസിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണമാണ് ഈ സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ്. നമ്മൾ ഒറ്റയടിക്ക് ഇതിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാണുന്നതിന് പകരം നമ്മളൊരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യും. ആ ഏരിയയിലുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ടോട്ടൽ ഏരിയയിലുള്ള ഫ്ലക്സ് കാണുക ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്മോൾ ഏരിയ ഡി എസ് ഇതിൽ അടയാളപ്പെടുത്തുക. ഇതാണ് ആ സ്മോൾ ഏരിയ ഡി എസ്. ഈ ഡി എസിൻ്റെ ഏരിയ വെക്റ്റർ വരയ്ക്കാൻ പോവാണ്. നമ്മളെങ്ങനെ ഒരു സർഫസ് ഡി എസിന് ഏരിയ വെക്റ്റർ വരയ്ക്കുക? വി ഡ്രോ എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഔട്ട്വേർഡ്സ്. ഞാൻ വരയ്ക്കാൻ പോവാണ്. അതാണ് ഏരിയ വെക്റ്റർ. ഏരിയ വെക്റ്റർ വെക്റ്റർ ഡി എസ് എന്നാണ് അടയാളപ്പെടുത്തുക. ഡി എസ് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. വെക്റ്റർ ഡി എസ് പറഞ്ഞാൽ ഏരിയക്ക് പെർപെൻഡിക്കുലറായി പുറത്തേക്ക് വരയ്ക്കുന്ന ഏരിയ വെക്റ്ററാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡും വെക്റ്റർ ഡി എസും ഏരിയ വെക്റ്ററും പാരലലാണ്. രണ്ടും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. നമ്മളിവിടെ എവിടെയെങ്കിലും ഒരു ഏരിയ കൺസിഡർ ചെയ്താലോ? ഇവിടെ നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്തു, സ്മോൾ ഏരിയ കൺസിഡർ ചെയ്തു, ഡി എസ് കൺസിഡർ ചെയ്തു. ഇനി അതിൻ്റെ ഏരിയ വെക്റ്റർ വരയ്ക്കാൻ പോവാണ്. കണ്ടില്ലേ, ഇതാണ് ഏരിയ വെക്റ്റർ. അപ്പോൾ വെക്റ്റർ ഡി എസും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ഇവിടെ തീറ്റ. നമുക്കിവിടെ ഒന്ന് വരച്ച് നോക്കിയാലോ? അതാണ് ഒരു ഏരിയ, ചെറിയ ഏരിയ. ആ ഏരിയക്ക് പെർപെൻഡിക്കുലറായിട്ട് ഞാൻ ഏരിയ വെക്റ്റർ വരയ്ക്കാൻ പോവാണ്. ഇപ്പോൾ ഏരിയ വെക്റ്ററും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്ര? ഇവിടെ 90 ഡിഗ്രി. നമ്മളിവിടെ ഒരു സർഫസ് കൺസിഡർ ചെയ്യുക. ആ സർഫസിന് പെർപെൻഡിക്കുലർ ഏരിയ വെക്റ്റർ വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഏരിയ വെക്റ്ററും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഇനി നമ്മൾ ഫ്ലക്സ് കാണാനുള്ള ഫോർമുല കാണാൻ പോവാണ്. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി സ്മോൾ സർഫസ് ഡി എസ്. നമുക്ക് ഈ സർഫസ് എടുക്കാം. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി സ്മോൾ സർഫസ് ഡി എസ് ഈക്വൽസ് നോർമൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ എന്നാണ്. നോർമൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ കോസ് തീറ്റയാണ്, ഏരിയ എന്ന് പറഞ്ഞാൽ ഡി എസ് ആണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്മോൾ ഏരിയ ഡി എസ് ഈസ് ഡി ഫൈ ഈക്വൽസ് ഇ കോസ് തീറ്റ ഇൻറ്റു ഡി എസ് എന്ന് വരും. അതിന് എഴുതുകയാണെങ്കിൽ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് വരും. ഇ ഡി എസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് ഡി എസ്. അപ്പോൾ ഫ്ലക്സ് ത്രൂ എ സ്മോൾ സർഫസ് ഡി എസ് ഈസ് ഡി ഫൈ ഈക്വൽസ് ഇ ഡോട്ട് ഡി എസ്. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ സർഫസിലെയും ഫ്ലക്സ് എങ്ങനെയാണ് കാണുക? മുഴുവൻ സർഫസിലെയും ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഫ്ലക്സ് ത്രൂ ദ എൻറ്റയർ സർഫസ് എസ് ഈക്വൽസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ്. ഫൈ ഈക്വൽസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ്.
എസ് എന്താ കാണിക്കണത് അറിയോ? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണത് ഏരിയനെയാണെന്നാണ് കാണിക്കുന്നത്. ഒരു സർഫസ് ഏരിയ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് സർഫസ് ഇൻ്റഗ്രൽ എന്നാണ് പറയുക അല്ലേ? നമ്മൾ ഡി എസ് എന്നുള്ള ചെറിയ ഏരിയനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഏരിയനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് സർഫസ് ഇൻ്റഗ്രൽ എന്നാണ് പറയുക. ഇനി ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താ? നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെത് ന്യൂട്ടൺ പെർ കൂളുംബാണ്, ഏരിയൻ്റെത് മീറ്റർ സ്ക്വയറും. അപ്പോൾ നമുക്ക് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളുംബ് ഇൻവേഴ്സ് കിട്ടും, അല്ലെങ്കിൽ ജൂൾ മീറ്റർ കൂളുംബ് ഇൻവേഴ്സ് കിട്ടും. അതുപോലെ ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും സ്കേലാർ ആയിരിക്കും. അതുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. I is equal to EDS cos തീറ്റ എന്നാണ്. തീറ്റൻ്റെ വാല്യൂ അതിനനുസരിച്ച് ഫ്ലക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആവാം, ഫ്ലക്സ് നെഗറ്റീവ് ആവാം, ഫ്ലക്സ് സീറോയും ആവാം. ഗോസസ് തിയറം കാണാൻ വേണ്ടി നമ്മൾ ഒരു സ്പെരിക്കൽ സർഫസ് കൺസിഡർ ചെയ്യുക. ആ സ്പെരിക്കൽ സർഫസിൻ്റെ സെൻറ്ററാണ് O. ആ Oയിൽ ഞാനൊരു പ്ലസ് Q ചാർജ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ചാർജ് Q ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം എ പോസിറ്റീവ് ചാർജ് എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ പോസിറ്റീവ് ചാർജിൽ നിന്നും തുടങ്ങി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകും. അങ്ങനെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുക. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിൽ ഒരു ചാർജ് Q ഉണ്ട് എങ്കിൽ അവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവും. ഗോസസ് തിയറം പറയുന്നത് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഫൈ ഈക്വൽസ് 1/ε0 ടൈംസ് ദ ചാർജ് ഇൻസൈഡ് ദ സർഫസ്. ഒന്നുകൂടി പറയാം, ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈക്വൽസ് 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിൽ ഒരു ചാർജ് Q ഉണ്ട് എങ്കിൽ അവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വാല്യൂ 1/ε0 ടൈംസ് ദ ചാർജ് ഇൻസൈഡ് ദ സർഫസ് ആയിരിക്കും. നമുക്കാണെങ്കിൽ ഇങ്ങനെയും പറയാം കേട്ടോ, ഫൈൻ്റെ വാല്യൂ ഇൻ്റഗ്രൽ ഓഫ് E.ds ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം, ദ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ് ഈക്വൽസ് 1/ε0 ടൈംസ് ദ ചാർജ് Q. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഗോസസ് തിയറം പറയാം. ഇനി നമ്മൾ ഗോസസ് തിയറം പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഇതിന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു സ്പെരിക്കൽ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യുക. ആ ഗോഷ്യൻ സർഫസിൻ്റെ സെൻറ്റർ നമ്മൾ ഈ സ്പിയറിന് നമ്മൾ സ്പെരിക്കൽ ഗോഷ്യൻ സർഫസ് എന്നാണ് പറയുക. ആ സ്പിയറിൻ്റെ സെൻറ്റർ O ആണ്. Oയിൽ ഒരു ചാർജ് Q വെച്ചിട്ടുണ്ട്. Qയിൽ നിന്നും 6 ഡിസ്റ്റൻസ് അകലെ, ഈ സ്പിയറിൻ്റെ റേഡിയസ് 6 ആണ്. 6 ഡിസ്റ്റൻസ് അകലെ ഇവിടെ ഈ പോയിൻറ്റിലൊരു ഇവിടെ നമ്മളൊരു പോയിൻ്റ് P കൺസിഡർ ചെയ്യുന്നു. Pക്ക് ചുറ്റും ഒരു സ്മോൾ ഏരിയ DS-ഉം കൺസിഡർ ചെയ്യുന്നു. ഈ ചിത്രത്തിൽ കാണുന്നത് ഇവിടെയാണ് നമ്മളെ പോയിൻ്റ് P ഉള്ളത്. ഈ ഏരിയ DS-ന് പെർപെൻഡിക്കുലറായിട്ട് ഞാൻ ഏരിയ വെക്ടർ വരയ്ക്കാൻ പോവുക. അതാണ് ഏരിയ വെക്ടർ DS. ഇനി ഈ Pയിൽ ഞാനൊരു +1 കുളുമ്പ് ചാർജ് വെച്ചാൽ ഈ പ്ലസ് Q ഈ +1 കുളുമ്പിന് എങ്ങോട്ടേക്കാണ് റിപ്പൽ ചെയ്യുക? ഇവിടെ ഒരു ചാർജ് വെച്ചാൽ ഈ Q ഈ +1 കൂളുമ്പിനെ ഇങ്ങോട്ടേക്കാണ് റിപ്പൽ ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ചിത്രത്തിൽ കാണാം, അതാ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയ DS-ൽ ഇപ്പോൾ നമ്മൾ ഈ പോയിൻ്റ് P എടുക്കുകയാണെങ്കിൽ ഈ പോയിൻ്റ് Pയിൽ വെക്ടർ Eയും വെക്ടർ DS-ഉം ഒരേ ലൈനിലാണ്. ആംഗിൾ തീറ്റ ബിറ്റ്വീൻ വെക്ടർ E ആൻഡ് വെക്ടർ DS ഈസ് 0. ഒരു സ്പെരിക്കൽ സർഫസിൻ്റെ പ്രത്യേകത ആണത്. ഏത് സ്ഥലത്ത് നിങ്ങൾ പോയിൻ്റ് എടുത്താലും, ഇപ്പോൾ ഇവിടെയാണ് നിങ്ങൾ പോയിൻ്റ് എടുക്കുന്നത്, ഇവിടെ ഒരു ചെറിയൊരു ഏരിയ DS കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വെക്ടർ DS ഇങ്ങോട്ടാണ് വരയ്ക്കുക. ഈ +Q കാരണം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ ഏത് സ്ഥലത്ത് നിങ്ങൾ പോയിൻ്റ് എടുത്താലും അവിടെയൊക്കെ വെക്ടർ Eയും വെക്ടർ DS-ഉം പാരലൽ ആയിരിക്കും. തീറ്റൻ്റെ വാല്യൂ 0 ആയിരിക്കും. ആദ്യം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് P കാണാൻ പോകണം. ഇവിടെയാണ് നമ്മളെ പോയിൻ്റ് P ഉള്ളത്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാൻ പോവാണ്. ഈ +Q എന്നുള്ള ചാർജ് കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിൻ്റ് ചാർജിൻ്റെ ഫോർമുല 1/4πε0 Q/r² എന്നാണ്.
ഈ ഡിസ്റ്റൻസ് സ്മോൾ ആർ ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആർ ആണ്, ചാർജ് ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ ഈ പോയിന്റ് പിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി നമ്മൾ ഗോസസ് തിയറത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക, ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ്. അങ്ങനെ നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതാം. തീറ്റൻ്റെ വാല്യൂ 0 ആണ്. വെക്റ്റർ ഇയും വെക്റ്റർ ഡി എസും പാരലലാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഇ ഡി എസ് കോസ് 0 എന്ന് വരും. കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കുക. ദിസ് ഇസ് ഈക്വൽ ടു ഇ ഇൻ്റഗ്രൽ ഓഫ് ഡി എസ്. ഇൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1/4πε0 Q ബൈ ആർ സ്ക്വയർ. ഈ ഡി എസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഡി എസ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഏരിയ ആണ്. ഈ ചെറിയ ഏരിയനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഈ സ്ഫിയറിൻ്റെ മുഴുവൻ ഏരിയ ആണ് കിട്ടുക. സ്ഫിയറിൻ്റെ ഏരിയ 4πr സ്ക്വയർ. അതിൽ 4πയും 4πയും വെട്ടിപ്പോവും, ആർ സ്ക്വയറും വെട്ടിപ്പോവും. നിങ്ങൾക്ക് കിട്ടുക Q/ε0 എന്ന്. അപ്പം നമ്മൾ LHS ഇസ് ഈക്വൽ ടു RHS എന്ന് പ്രൂവ് ചെയ്തു. ഇത് കണ്ടില്ലേ, ഇതൊരു തിൻ വയറാണ്. ഈ വയറിൽ നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദ പോസിറ്റീവ് ചാർജ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ വയർ, ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ വയർ. നമ്മൾ പറയുക ഈ വയറിനൊരു ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഉണ്ട് എന്നാണ്. ഇനി ഈ വയർ കാരണം, ഇതിന് പോസിറ്റീവ് ചാർജ് ഉള്ള കാരണം ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമുക്കിതിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണേണ്ടത്. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. നമുക്ക് തൽക്കാലം ഇവിടെ ഞാൻ ഈ പെൻസിലിൻ്റെ പോയിന്റ് വെച്ച സ്ഥലത്ത് നമുക്ക് ആ പോയിന്റ് എടുക്കുക പി. ഈ പോയിന്റ് പിയിൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യണം. ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ വി ഷുഡ് ഹാവ് എ ഗോഷ്യൻ സർഫസ് വിച്ച് എൻക്ലോസസ് ദ ചാർജ്. ഈ ചാർജ് എൻക്ലോസ് ചെയ്യുന്ന ഒരു ഗോഷ്യൻ സർഫസ് വരയ്ക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഗോഷ്യൻ സർഫസ് വരയ്ക്കുക. സ്ഫിയറോ സിലിണ്ടറോ റെക്റ്റാങ്കിൾ ഏത് വേണമെങ്കിലും വരയ്ക്കുക. നമുക്ക് എളുപ്പത്തിൽ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കേസിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസ് ആണ്. നമുക്ക് ഇവിടെയാണ് നമ്മൾ ആ പോയിന്റ് പി എടുത്തത്. ഈ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെയാണ് നമ്മൾ പോയിന്റ് പി ഉള്ളത്. ഈ പിയിലൂടെ കടന്നു പോകുന്ന എൽ നീളമുള്ള ഒരു സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസ് നമ്മൾ വരച്ചു. ഇവിടെയാണ് നമ്മൾ പോയിന്റ് പി ഉള്ളത്. ഈ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കാണേണ്ടത്. ഈ സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസിൽ ഒരു സിലിണ്ടറിന് 3 ഫേസാണുള്ളത്. നിങ്ങൾക്കറിയാതെ ഇത് ടോപ്പ് ഫ്ലാറ്റ് ഫേസ്, ഇത് താഴെയുള്ള ഫ്ലാറ്റ് ഫേസ്, പിന്നെ ഇതാണ് അടുത്തത്. ഇതിന് നമ്മൾ കേർവ്ഡ് ഫേസ് എന്നാണ് പറയുക. അങ്ങനെ കേർവ്ഡ് ഫേസാണ്. അപ്പോൾ ഒരു ടോപ്പ് ഫ്ലാറ്റ് ഫേസ്, ബോട്ടം ഫ്ലാറ്റ് ഫേസ്, ഒരു കേർവ്ഡ് ഫേസ്, അങ്ങനെ 3 ഫേസാണ് ഒരു സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസിനുണ്ടാവുക. ഈ ഫേസിലും ഈ ഫേസിലൊക്കെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ മാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ പോയിന്റ് പി ഇവിടെ അല്ലേ ഉള്ളത്. ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ ഉള്ള ഈ പോയിന്റ് പിയിൽ ഒരു +1 കുളുമ്പ് വെച്ചാൽ എങ്ങോട്ടാണ് റിപ്പൽ ചെയ്യുക. അപ്പോൾ ഈ പോസിറ്റീവ് ലൈന് കാരണം നമ്മൾ പോയിന്റ് ഇവിടെ എടുക്കുകയാണെങ്കിൽ, ഈ പോസിറ്റീവ് ലൈന് കാരണം നമ്മൾ പോയിന്റ് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ് വരിക, ടുവേർഡ്സ് ലെഫ്റ്റ്. സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് 6 ആണ്. ഇനി നമ്മൾ ഈ ഫ്ലാറ്റ് ഫേസ് കാരണമുള്ള ഫ്ലക്സ് എത്രയാണെന്ന് കാണും. ഈ ഫ്ലാറ്റ് ഫേസ് കാരണമുള്ള ഫ്ലക്സ് എത്രയാണെന്ന് കാണും. ഈ കേർവ്ഡ് ഫേസ് കാരണമുള്ള ഫ്ലക്സ് എത്രയാണെന്ന് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഫ്ലാറ്റ് ഫേസിൻ്റെ മുകളിൽ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യുക. ആ ഏരിയൻ്റെ ഏരിയ വെക്ടർ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. അതാ ഈ ഏരിയക്ക് പെർപെൻഡിക്കുലറായിട്ട് പുറത്തേക്ക് വരയ്ക്കുന്ന വെക്ടറാണ് ഏരിയ വെക്ടർ. അപ്പോൾ ഇതാണ് വെക്ടർ DS. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് വരിക? നമ്മൾ പോയിന്റ് പി ഇവിടെയാണുള്ളത്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ വെക്കണം, പോസിറ്റീവ് ചാർജിന് എങ്ങോട്ടാണ് തള്ളുക? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പം ഈ ടോപ്പ് ഫേസിൽ വെക്ടർ ഇയും വെക്ടർ ഡിഎസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇനി നമ്മൾ ബോട്ടം ഫേസ് കാരണമുള്ള ഫ്ലക്സ് കാണാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ടം ഫേസിൽ ഒരു ചെറിയ ഏരിയ DS കൺസിഡർ ചെയ്യുക. ഇനി അതിൻ്റെ വെക്ടർ DS വരയ്ക്കാൻ പോവാണ്. വെക്ടർ DS നമ്മൾ പുറത്തേക്ക് പെർപെൻഡിക്കുലറായിട്ട് വരച്ചു. നമ്മളെ ലൈൻ ചാർജ് ഇവിടെയാണ്, പോയിന്റ് പി ഇവിടെയാണ്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് വരിക. ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ വെച്ചാൽ ഇങ്ങോട്ടേക്കാണ് പോവുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പോൾ താഴത്തെ ബോട്ടം ഫ്ലാറ്റ് ഫേസിലും വെക്ടർ ഇയും വെക്ടർ DSും തമ്മിലുള്ള ആംഗിൾ
90 ഡിഗ്രിയാണ്. നമുക്കിനി കേർവ്ഡ് ഫേസിൽ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യാം. കേർവ്ഡ് ഫേസിലൊരു ഏരിയ കൺസിഡർ ചെയ്തു, ചെറിയൊരു ഏരിയ DS. അതിൻ്റെ വെക്റ്റർ DS വരയ്ക്കാൻ പോവാണ്. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ വരച്ചു. അപ്പം കേർവ്ഡ് ഫേസിൽ വെക്റ്റർ Eയും വെക്റ്റർ DSഉം തമ്മിലുള്ള ആംഗിൾ 0 ആണ്. വെക്റ്റർ E പാരലൽ വെക്റ്റർ DS. ഈ വയറിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ലാംഡ എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ലെങ്ത് ആണ്. അപ്പോൾ ഇത്രയും ഭാഗത്തെ വയറിൻ്റെ നീളമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. L ആണ്. അപ്പോൾ നമുക്ക് ലാംഡ ഈക്വൽസ് Q/L എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇത് ഇത്രയും ഭാഗത്തെ ചാർജ് നമ്മൾ ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്നത്, ഇത് ഫുൾ ചാർജ് ഉണ്ട്, പക്ഷേ നമ്മൾ ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് വരിക Q ഈക്വൽസ് ലാംഡ L. വയറിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. ഇത്രയും ഭാഗത്തെ നീളം L ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാംഡ ഈക്വൽസ് Q/L എന്ന് എഴുതാം. Q ഈക്വൽസ് ലാംഡ L. ഇനി നമുക്ക് ഈ രണ്ട് ഫ്ലാറ്റ് ഫേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു വെക്റ്റർ E ഈസ് പെർപെൻഡിക്കുലർ ടു വെക്റ്റർ DS. അപ്പോൾ തീറ്റ 0 ആണ് വരിക. നമ്മൾ ഗോസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് E ഡോട്ട് DS എന്ന് പറഞ്ഞാൽ EDS cos 90 എന്ന് വരും 0. അപ്പോൾ ഈ ബോട്ടം ഫേസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ടോപ്പ് ഫേസും ബോട്ടം ഫേസും കാരണം എന്തില്ല, ഫ്ലക്സ് ഇല്ല. പിന്നുള്ളത് കേർവ്ഡ് ഫേസ് ആണ്. കേർവ്ഡ് ഫേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വെക്റ്റർ Eയും വെക്റ്റർ DSഉം തമ്മിലുള്ള ആംഗിൾ 0 ആണ്. സോ യു ക്യാൻ അപ്ലൈ ഗോസസ് തിയറം ദർ. ഇൻ്റഗ്രൽ ഓഫ് E ഡോട്ട് DS ഈക്വൽസ് Q/ε0. ഇൻ്റഗ്രൽ ഓഫ് EDS cos 0, തീറ്റൻ്റെ വാല്യൂ 0 ആണ്, ഈക്വൽസ് Q/ε0. ഓർ ഇൻ്റഗ്രൽ ഓഫ് EDS ഈക്വൽസ് Q/ε0. cos 0 1 ആണ്. ഇനി ഇൻ്റഗ്രൽ ഈനോട് പുറത്തേക്ക് എടുക്കുക. ഇൻ്റഗ്രൽ ഓഫ് DS ഈക്വൽസ് Q/ε0. ഇൻ്റഗ്രൽ ഓഫ് DS എന്ന് പറഞ്ഞാൽ നമ്മളെ ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയ ആണ് വരിക. സിലിണ്ടറിൻ്റെ ഏരിയ 2πRL ആണ്. അപ്പോൾ നമുക്ക് E ഇൻറ്റു 2πRL ഈക്വൽസ് ലാംഡ L ഡിവൈഡ് Q ഈസ് ഈക്വൽ ടു ലാംഡ L എന്ന് കൊടുക്കുക. ലാംഡ L ഡിവൈഡഡ് ബൈ ε0 ഓർ E ഈക്വൽസ് ലാംഡ ബൈ 2πR ε0. So the electric field produced by a infinitely long line of charge is given by E equals lambda by 2πR ε0. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് തിൻ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ഒരു പ്ലെയിൻ ഷീറ്റ്, ചാർജുള്ള ഒരു പ്ലെയിൻ ഷീറ്റ് കാരണം ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാണാൻ പോവാണ്. അതിന് ആദ്യമായിട്ട് നിങ്ങളൊരു ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് കൺസിഡർ ചെയ്യാം. ഇതാണ് ആ ഷീറ്റ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഇതിന് ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമേ ഉള്ളൂ, തിക്നെസ് ഇല്ല. അപ്പം നമ്മളതിലേക്ക് ചാർജ് കൊടുത്താൽ ഇത് ചാർജ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ഏരിയ. നമ്മൾ പറയും ദ പ്ലെയിൻ ഷീറ്റ് ഹാസ് എ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. കണ്ടില്ലേ, സിഗ്മ. അപ്പോൾ ഈ ഷീറ്റ് കാരണം ഇതിന് ചുറ്റും ഇതിന് ചാർജ് ഉണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ ചാർജുള്ള ഷീറ്റ് കാരണം ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമ്മൾ ഇതിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പോവാണ്. നമുക്കിതാ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു പോയിന്റ് P, ഈ പെൻസിൽ വെച്ചെടുത്തൊരു പോയിന്റ് P കൺസിഡർ ചെയ്യുക. ഈ പോയിന്റ് Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കാണേണ്ടത്. അങ്ങനെ അത് കാണണമെങ്കിൽ നമ്മൾ ഗോസസ് തിയറമാണ് അപ്ലൈ ചെയ്യുക. ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് എ ഗോഷ്യൻ സർഫസ് എൻക്ലോസിങ് ദിസ് ചാർജ് ഷീറ്റ്. നമുക്കിഷ്ടമുള്ള ഗോഷ്യൻ സർഫസ് വരയ്ക്കാം. നമുക്ക് എളുപ്പത്തിൽ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റണം. ഇവിടെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസ് ആണ്. കണ്ടില്ലേ, ഇവിടെയാണ് നമ്മളെ പോയിന്റ് P ഉള്ളത്. ഈ പോയിന്റ് P കിടക്കുന്ന ഒരു സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസാണ് വരയ്ക്കുക. ദ സിലിണ്ടർ വിൽ എക്സ്റ്റെൻഡ് ഈക്വലി ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഷീറ്റ്. ഷീറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും തുല്യമായി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസാണ് നമ്മൾ വരയ്ക്കുക. ആ സിലിണ്ടറിൻ്റെ നീളം L-ഉം സിലിണ്ടറിൻ്റെ റേഡിയസ് R-ഉമാണ്. നിങ്ങൾക്കറിയാം ഒരു സിലിണ്ടറിന് 3 ഫേസാണ് ഉള്ളത്. ഇതൊരു ഫ്ലാറ്റ് ഫേസ്, ഇത് അടുത്ത ഫ്ലാറ്റ് ഫേസ്, ഇതൊരു കേർവ്ഡ് ഫേസ്. നമ്മൾ ഈ ഫ്ലാറ്റ് ഫേസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എത്രയാണെന്ന് നോക്കും. അതേപോലെ ഈ കേർവ്ഡ് ഫേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എത്രയാണെന്ന് നോക്കും. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് വി വിൽ ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് P ഡ്യൂ ടു ദിസ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്.
നിങ്ങളൊരു ചെറിയ ഏരിയ ഡി എസ് ഇവിടെ കൺസിഡർ ചെയ്യുക. ഈ ഫ്ലാറ്റ് ഫേസിൽ ഒരു ചെറിയ ഏരിയ ഡി എസ് കൺസിഡർ ചെയ്യുക. ആ ഡി എസിൻ്റെ ഏരിയ വെക്ടർ എങ്ങനെയാണ് വരയ്ക്കുക? ആ ഡി എസിന് ഈ ഫ്ലാറ്റ് ഫേസിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ഏരിയ വെക്ടർ വരച്ചു. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഈ പോസിറ്റീവ് ചാർജിനെ ഈ പോസിറ്റീവ് ഷീറ്റ് എങ്ങോട്ടാണ് റിപ്പിൽ ചെയ്യുക? അപ്പോൾ ഇവിടെയുള്ള ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതായത് ഈ ഫ്ലാറ്റ് ഫേസിൽ വെക്ടർ ഇയും വെക്ടർ ഡി എസും പാരലലാണ്. തീറ്റൻ്റെ വാല്യൂ 0 ആണ്. ഇനി നമുക്ക് ഈ ഫേസിൽ ഒരു ഈ ഫേസിൽ ഒരു ചെറിയ ഏരിയ ഡി എസ് കൺസിഡർ ചെയ്യാം. ഈ ഫേസിൽ ഒരു ചെറിയ ഏരിയ ഡി എസ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ്. ഈ ഫേസിന് പെർപെൻഡിക്കുലറായിട്ട് ഏരിയ വെക്ടർ ഡി എസ് വരച്ചു. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഈ ഷീറ്റ് പോസിറ്റീവ് ചാർജിന് എങ്ങോട്ടേക്കാണ് തള്ളുക? അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഈ ഫ്ലാറ്റ് ഫേസിലും വെക്ടർ ഇയും വെക്ടർ ഡി എസും പാരലലാണ്. തീറ്റൻ്റെ വാല്യൂ 0 ആണ്. ഇനി നമുക്ക് ഈ കേർഡ് ഫേസ് എടുക്കാം. കേർഡ് ഫേസിൻ്റെ ഇവിടെ ഒരു സ്മോൾ ഏരിയ ഡി എസ് കൺസിഡർ ചെയ്യാം. കേർഡ് ഫേസിൻ്റെ മുകളിൽ നമ്മളൊരു ചെറിയ ഏരിയ ഡി എസ് കൺസിഡർ ചെയ്തു. അതിൻ്റെ വെക്ടർ ഡി എസ് വരച്ചു. വെക്ടർ ഡി എസ് ഈ ഏരിയക്ക് പെർപെൻഡിക്കുലർ ഡി എസ് വരച്ചു. നമുക്കറിയാം ഇവിടെ ഒരു പോയിന്റിൽ ഒരു +1 ചാർജ് വെച്ചാൽ ഈ +1 ചാർജിന് ഈ ഷീറ്റ് ഇങ്ങോട്ടേക്കാണ് റിപ്പൽ ചെയ്യുക. അപ്പോൾ ഇവിടെ കേർഡ് ഫേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. വി ക്യാൻ സേ ദാറ്റ് ഫോർ ദ കേർഡ് ഫേസ് വെക്ടർ ഈ പെർപെൻഡിക്കുലർ വെക്ടർ ഡി എസ് തീറ്റ ഈക്വൽസ് 90 ഡിഗ്രി. ഈ ഷീറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ഏരിയ ആണ്. ഏരിയ ഡി എസ് എന്ന് എടുക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് സിഗ്മ ഈക്വൽസ് ക്യൂ ബൈ ഡി എസ് ഓർ ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ് ക്യൂ ഈക്വൽസ് സിഗ്മ ഡി എസ്. ഇനി നമ്മൾ കേർഡ് ഫേസിൽ നമ്മൾ കണ്ടു വെക്ടർ ഇയും വെക്ടർ ഡി എസും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അവിടെ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡി എസ് കോസ് 90 0 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് ഈ കേർഡ് ഫേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് 0 ആണ്. ഇനി ഈ രണ്ട് ഫ്ലാറ്റ് ഫേസിലോ ഈ ഫ്ലാറ്റ് ഫേസിലും തീറ്റ 0 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഗോസ് തിയറം അപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽസ് ക്യൂ ബൈ എപ്സിലോൺ 0. ഇൻ്റഗ്രൽ ഓഫ് ഇ ഡി എസ് കോസ് 0 ഈക്വൽസ് ക്യൂ ബൈ എപ്സിലോൺ 0. തീറ്റൻ്റെ വാല്യൂ 0 ആണ്. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ ഓഫ് ഇ ഡി എസ് ഈക്വൽസ് ക്യൂ ബൈ എപ്സിലോൺ 0. ഈ രണ്ട് പുറത്തേക്ക് എടുക്കുക. ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് ഈക്വൽസ് ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ ആണ്. ഇതിൻ്റെ ഏരിയ πr² വരിക. നമുക്കത് എഴുതണം. നമുക്ക് ഡി എസ് തന്നെ എഴുതിയാൽ മതി. ഈ രണ്ട് ഫ്ലാറ്റ് ഫേസിലും ഫ്ലക്സ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രൽ ഡി എസിന് നമുക്ക് 2ds എന്ന് എഴുതാം. ഡി എസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് πr² എന്ന് വരിക. അത് തൽക്കാലം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ds എന്ന് ഇട്ടാൽ മതി. അപ്പോൾ ഈ ഇൻറ്റു രണ്ട് ഫ്ലാറ്റ് ഫേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രൽ ഡി എസിനെ നമ്മൾ 2ds എന്ന് എഴുതി. ക്യൂവിൻ്റെ വാല്യൂ സിഗ്മ ഡി എസ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ നമുക്ക് കിട്ടുക ഇ ഇൻറ്റു 2ds ഈക്വൽ സിഗ്മ ഡി എസ് ബൈ എപ്സിലോൺ 0. ഒന്നുകൂടി പറയാം. ഇൻ്റഗ്രൽ ഡി എസിൻ്റെ 2ds എന്ന് എഴുതുന്നത് രണ്ട് ഫ്ലാറ്റ് ഫേസിലും ഫ്ലക്സ് ഉള്ളതുകൊണ്ടാണ്. അതിൽ ഡി എസും കട്ടായി പോകും. ഇ ഈക്വൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. സോ ദ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് അറ്റ് എ പോയിന്റ് P ഈസ് ഇ ഈക്വൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഈ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാവും. അപ്പോൾ നമ്മളെടുത്ത പോയിന്റ് P എവിടെയാണ്? പോയിന്റ് P ഈ ഷീറ്റിൽ നിന്നും L/2 ഡിസ്റ്റൻസ് അകലെയാണ് അല്ലേ? ഇവിടുന്ന് L/2 ഡിസ്റ്റൻസ് അകലെയാണ്. നമുക്ക് കിട്ടിയ വാല്യൂ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. കുറച്ച് പോയിന്റ് P ഇവിടെ ഇരുന്നെങ്കിൽ എത്രയ്ക്ക് ഇലക്ട്രിക് ഫീൽഡ് വരാം? ഇവിടെ ഇരുന്നെങ്കിൽ നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ്. ഇവിടെ r എന്നുള്ള ഡിസ്റ്റൻസ് ഇല്ല ഇക്വേഷനിൽ. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഡിസ്റ്റൻസ് r ഓഫ് ദ പോയിന്റ് ഫ്രം ദ പ്ലെയിൻ ഷീറ്റ്. ഇവിടെയായാലും ഒക്കെ ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. അപ്പോൾ ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിൻ്റെ ഒരു പ്രത്യേകതയാണ് ദ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് അറ്റ് എനി പോയിന്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ the distance r of the point from the plane sheet. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്പെരിക്കൽ ഷെൽ. ഒരു ചാർജുള്ള സ്പിയർ ഉണ്ട് എങ്കിൽ ആ സ്പിയർ കാരണം ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്.
ഇതൊരു സ്ഫിയറാണ്. ഈ സ്ഫിയറിൻ്റെ മുകളിൽ നമ്മൾ ചാർജ് കൊടുത്തിട്ടുണ്ട്. സ്ഫിയറിൻ്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. ഈ സ്ഫിയറിലേക്ക് നമ്മൾ ചാർജ് കൊടുത്താൽ ദ ചാർജ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ഏരിയ. സോ ദ സ്ഫിയർ വിൽ ഹാവ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സിഗ്മ. സ്ഫിയറിൻ്റെ സെൻറ്റർ ആണ്. സ്ഫിയറിൻ്റെ നമ്മളെ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. സ്ഫിയറിലേക്ക് നമ്മൾ കൊടുത്ത ചാർജ് Q ആണ്. ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറയുമ്പോൾ സിഗ്മ ഈക്വൽസ് ചാർജ് ബൈ ഏരിയ എന്നാണ് വരിക. നമ്മൾ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് R ആകുമ്പോൾ അതിൻ്റെ ഏരിയ 4πr² വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സിഗ്മ ഈക്വൽസ് ചാർജ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ 4πr². അപ്പോൾ ഈ സ്ഫിയറിന് ചാർജ് ഉള്ളത് കൊണ്ട് ഇതിന് ചുറ്റും എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമ്മളിതിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക. ഞാൻ ഈ പെൻസിൽ വെച്ച പോയിന്റിൽ എവിടെയെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക, P. നമ്മൾ കാണാൻ പോകുന്നത് ഈ പോയിൻ്റ് Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ നമ്മൾ ഹെഡിങ് അതാ അറ്റ് എ പോയിൻ്റ് P ഔട്ട്സൈഡ് ദ ഷെൽ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഔട്ട്സൈഡ് ദ ഷെൽ. അതെങ്ങനെയാണ് നമ്മൾ കാണുക? നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യും. ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ എന്ത് വേണം? ഒരു ഗോഷ്യൻ സർഫസ് വേണം. എ ക്ലോസ്ഡ് ഗോഷ്യൻ സർഫസ് വേണം. ആ ക്ലോസ്ഡ് ഗോഷ്യൻ സർഫസ് ഏത് ഷേപ്പിലുള്ളതും ആവാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് എളുപ്പം ഒരു സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പോയിൻ്റ് Pയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോവാണ്. ചിത്രത്തിലേക്ക് നോക്കിക്കോളൂ കേട്ടോ. പോയിൻ്റ് P ആണ്. ആ പോയിൻ്റ് Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണേണ്ടത്. ആ പോയിൻ്റ് Pയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ് നമ്മൾ വരച്ചു. യെല്ലോ സർക്കിൾ, അതാണ് നമ്മൾ സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ്. ഈ ബ്ലൂ സർക്കിൾ എന്താ? നമ്മൾ ചാർജ്ഡ് സ്ഫിയറാണ്. ഈ ചാർജ്ഡ് സ്ഫിയറാണ് പോയിൻ്റ് Pയിൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് R ആണ്. നമ്മളെ പോയിൻ്റ് P കിടക്കുന്നത് സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്നും സ്മോളാർ ഡിസ്റ്റൻസ് അകലെയാണ്. ശ്രദ്ധിക്കുക, നമ്മളെ ചാർജ്ഡ് സ്ഫിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഗോഷ്യൻ സർഫസായ സ്ഫിയറിൻ്റെ റേഡിയസ് സ്മോൾ ആറും. ഇനി നമ്മൾ ഗോസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഗോസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ Pക്ക് ചുറ്റും ഒരു ചെറിയ ഏരിയ DS, ഈ പോയിൻ്റ് Pക്ക് ചുറ്റും ഒരു ചെറിയ ഏരിയ DS നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് സ്മോൾ ഏരിയ DS. ഇനി ആ DSൻ്റെ വെക്റ്റർ DS വരയ്ക്കാൻ പോവാം കേട്ടോ. DSന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്ക് നമ്മൾ വരയ്ക്കുന്ന വെക്ടറാണ് ഏരിയ വെക്ടർ, വെക്ടർ DS. അതാ വെക്ടർ DS വരച്ചു. ഇനി ഈ പോയിൻ്റ് Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരയ്ക്കാൻ പോവാം. ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ നമ്മൾ ഈ സ്ഫിയർ ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പുറത്തേക്കാണ് റിപ്പൽ ചെയ്യുക. അപ്പോൾ ആ ഡയറക്ഷൻ ഞാൻ വരയ്ക്കാൻ പോവാണ്. അതാ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ എന്താ കണ്ടത്? വെക്ടർ ഇയും വെക്ടർ DSും ഒരേ ലൈനിലാണ്. they are along the same line, so the angle between vector E and vector DS is 0. ഒരു സ്ഫിയറിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് ഗോസ് തിയറം പറഞ്ഞപ്പോൾ. ഒരു സ്ഫിയർ ആകുമ്പോൾ നമ്മൾ എവിടെ പോയിൻ്റ് എടുത്താലും അവിടെയൊക്കെ വെക്ടർ ഇയും വെക്ടർ DSും തമ്മിലുള്ള ആംഗിൾ തീറ്റ 0 ആയിരിക്കും. ഇനി ഗോസസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ഗോസ് തിയറം എഴുതുക. ഇൻ്റഗ്രൽ ഓഫ് E ഡോട്ട് DS ഈക്വൽസ് Q/ε0. വെക്ടർ ഇയും വെക്ടർ DSും തമ്മിലുള്ള ആംഗിൾ തീറ്റ 0 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ EDS കോസ് 0 എന്ന് വരും. കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് E ഡോട്ട് DSന് ഇൻ്റഗ്രൽ ഓഫ് EDS എന്ന് എഴുതാം. സോ യു ഗെറ്റ് ഇൻ്റഗ്രൽ ഓഫ് EDS ഈക്വൽസ് Q ഡിവൈഡഡ് ബൈ ε0. ഈനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ E ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് DS ഈക്വൽസ് Q/ε0. ഇൻ്റഗ്രൽ DS എന്ന് പറഞ്ഞാൽ ഈ DSനെ നമ്മൾ ഗോഷ്യൻ സർഫസിലെടുത്ത ചെറിയ DSനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയ ആണ് കിട്ടുക. ഈ വലിയ സ്ഫിയറിൻ്റെ ഏരിയ 4π സ്മോൾ r² ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ DSൻ്റെ വാല്യൂ എഴുതുക.
ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസിന് പകരം 4πr² എന്ന് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ കാണാം. ഇ ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ ഇതിനോട് താഴേക്ക് കൊണ്ടുവന്നാൽ മതി. ഇ ഈക്വൽസ് 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ r². അപ്പോൾ ഇതാണ് നമ്മളെ റിസൾട്ട്. ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് സ്പെരിക്കൽ ഷെൽ അറ്റ് എ പോയിൻ്റ് പി ഔട്ട്സൈഡ് ദ ഷെൽ. ഷെല്ലിന് പുറത്തുള്ളൊരു പോയിൻ്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വരിക ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ r². ഇനി വേണമെങ്കിൽ നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. ഈ ഇക്വേഷൻ നോക്കി നമുക്ക് കാണാം ക്യൂവിൻ്റെ വാല്യൂ സിഗ്മ ഇൻറ്റു 4πr² ആണ്. ക്യൂവിൻ്റെ വാല്യൂ 4πr ക്യാപിറ്റൽ r² ഇൻറ്റു സിഗ്മ എന്നാണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടാൻ നോക്കുക. ക്യൂവിൻ്റെ സ്ഥാനത്ത് 4πr² സിഗ്മ എന്ന് കൊടുത്താൽ 4πയും 4πയും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ നമുക്ക് ബാക്കി ഉണ്ടാവുക ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ക്യാപിറ്റൽ r² ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 സ്മോൾ r². അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടോ നിങ്ങൾക്ക് ഒരു സ്പെരിക്കൽ ഷെല്ല് പുറത്തുള്ള ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദർ ആർ 2 ഇക്വേഷൻസ് ടു റിപ്രസെൻറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്പെരിക്കൽ ഷെൽ അറ്റ് എ പോയിന്റ് പി ഔട്ട്സൈഡ് ദ ഷെൽ. ഇനി രണ്ടാമത്തെ കേസ് അറ്റ് എ പോയിൻ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന പോയിൻ്റ് ഷെല്ലിൻ്റെ സർഫസ് തന്നെയാണ്. ചിത്രം നോക്കുക. ഇതാണ് നമ്മളെ ഷെല്ലിൻ്റെ സെൻറ്റർ O, ഷെല്ലിൻ്റെ റേഡിയസ് R. ഇനി ഞാൻ ഷെല്ലിൻ്റെ മുകളിലൊരു പോയിൻ്റ് എടുക്കാൻ പോവാണ് A. ഇതാണ് നമ്മളെ പോയിൻ്റ് A. ഐ വോണ്ട് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് A ഡ്യൂ ടു ദിസ് ചാർജ്ഡ് ഷെൽ. ഒരു ചാർജ്ഡ് ബോഡി ഉണ്ടെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. എനിക്ക് കാണേണ്ടത് അതിൻ്റെ സർഫസിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ അത് കാണാൻ എന്താ ചെയ്യുക? ഗോസസ് തിയറം അപ്ലൈ ചെയ്യണം. ഗോസസ് തിയറം അപ്ലൈ എന്ത് ചെയ്യണം? ആ പോയിൻ്റ് എയിലൂടെ കടന്നു പോകുന്ന ഗോഷ്യൻ സർഫസ് വരയ്ക്കണം. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഗോഷ്യൻ സർഫസ് ഈ സ്ഫിയറിൻ്റെ മുകളിൽ കൂടെ തന്നെ ഉള്ള ഒരു ഗോഷ്യൻ സർഫസ് വരയ്ക്കാൻ പോവാണ്. നമ്മളിവിടെ വരച്ചു. ഞാൻ മുകളിൽ തന്നെ വരയ്ക്കുന്നില്ല, അവിടെ വരച്ചു നമ്മളെ ഗോഷ്യൻ സർഫസ്. എന്നിട്ട് എക്ക് ചുറ്റും ഒരു സ്മോൾ ഏരിയ DS വരയ്ക്കുക. ആ DS-ന് പെർപെൻഡിക്കുലറായിട്ട് വെക്റ്റർ DS വരയ്ക്കുക. നിങ്ങൾക്കറിയാം ഒരു സ്ഫിയറിൻ്റെ കേസിൽ ഈ വെക്റ്റർ ഇയും വെക്റ്റർ DSഉം ഇലക്ട്രിക് ഫീൽഡും വെക്റ്റർ DSഉം ഒരേ ലൈനിലാണ് വരിക. ചിത്രം നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മളൊരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഈ സ്ഫിയർ ഈ പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ടേക്കാണ് റിപ്പൽ ചെയ്യുക. സോ അഗെയിൻ ഹിയർ ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ വെക്റ്റർ ഇ ആൻഡ് വെക്റ്റർ DS ഈസ് 0. ഇനി നിങ്ങൾ ഗോസ് തിയറം അപ്ലൈ ചെയ്യുക. Integral of E dot ds equals q by epsilon 0. ഈ വെക്റ്റർ ഇയും വെക്റ്റർ DSഉം ഒരേ ലൈനിലാണ്. ഇറ്റ് ഇസ് ക്ലിയർ ഫ്രം ദ ഡയഗ്രാം. അപ്പോൾ EDS cos 0 എന്ന് എഴുതാം. cos 0 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് EDS ഈക്വൽസ് q by epsilon 0. അടുത്ത സ്റ്റെപ്പിൽ ഈനെ പുറത്തേക്ക് എടുക്കുക. E ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് DS ഈക്വൽസ് q by epsilon 0. ഇവിടെ എന്താണ് നമ്മൾ DSനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഈ സ്ഫിയറിൻ്റെ ഏരിയ ആണ് കിട്ടുക. ഈ സ്ഫിയറിൻ്റെ ഏരിയ 4π ക്യാപിറ്റൽ R² ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് DSൻ്റെ സ്ഥാനത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. E ഇൻറ്റു 4π ക്യാപിറ്റൽ R² ഈക്വൽസ് q by epsilon 0. ഇനി എനിക്ക് ഇതിൻ്റെ വാല്യൂ കാണാം. അതിനോട് താഴെ കൊണ്ടുവന്നാൽ മതി. E ഈക്വൽസ് 1/4π epsilon 0 q by ക്യാപിറ്റൽ R². വേണമെങ്കിൽ നമുക്ക് Q എന്ന് പറഞ്ഞാൽ ചാർജ് ഡെൻസിറ്റിൻ്റെ ടേംസിൽ എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞാണ് Q ഇസ് ഈക്വൽ ടു 4π ക്യാപിറ്റൽ R² സിഗ്മ എന്ന്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. അതിൽ വെട്ടാനുള്ളതൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും വെച്ചിട്ട് യു ക്യാൻ എക്സ്പ്രസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ. ഇനി അടുത്തത് മൂന്നാമത്തെ കേസ്, ഒരു സ്പെരിക്കൽ ഷെല്ലിൻ്റെ കേസിൽ മൂന്നാമത്തെ കേസ് അറ്റ് എ പോയിൻ്റ് ബി ഇൻസൈഡ് ദ ഷെൽ. ഇതാണ് നമ്മളെ ചാർജ്ഡ് സ്പെരിക്കൽ ഷെല്ല്. ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മ നമ്മൾ പറഞ്ഞാണ്. ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന പോയിൻ്റ് ഇവിടെയാണ്, ഇതിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിൽ.
ബി എന്നുള്ള പോയിന്റ്. ഐ വാണ്ട് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് ബി ഇൻസൈഡ് ദ ഷെൽ ഡ്യൂ ടു ദിസ് ചാർജ്ഡ് ഷെൽ. ഈ ചാർജ് ഷെല്ല് കാരണം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്, ഇതാണ് എനിക്ക് കാണേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു പോയിന്റ് ബി അതിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്യും. ബി ഇതാ മാർക്ക് ദ പോയിന്റ് ബി. ബിയിലുള്ള ഫീൽഡാണ് കാണേണ്ടത്. കാണാൻ എന്ത് ചെയ്യണം, ഗോസസ് തിയറം അപ്ലൈ ചെയ്യണം. ഗോസ് തിയറം അപ്ലൈ ചെയ്യാൻ എന്ത് വേണം, ഒരു ക്ലോസ്ഡ് ഗോഷ്യൻ സർഫസ് വേണം. ബിയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ് ഞാൻ വരയ്ക്കാൻ പോവാണ്. അതാ ഓറഞ്ച് സ്ഫിയർ അടയാളപ്പെടുത്തിയത് സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ് ആണ്. ബി കിടക്കുന്നത് ആർ ഡാഷ് ഡിസ്റ്റൻസ് അകലെയാണ് സെൻറ്ററിൽ നിന്നും. ആർ ഡാഷ് ഡിസ്റ്റൻസ്, ദിസ് ഇസ് ആർ ഡാഷ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് ആർ ഡാഷ് ആണ്. ഇനി ഗോസസ് തിയറം അപ്ലൈ ചെയ്യുക. ഗോസസ് തിയറം അപ്ലൈ ചെയ്യുക. ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ നിങ്ങൾ നമ്മളെ സ്പെരിക്കൽ ഗോഷ്യൻ സർഫസിലൊരു ചെറിയ ഏരിയ ഡി എസ് കൺസിഡർ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ വെക്ടർ ഡി എസും വെക്ടർ ഇയും അടയാളപ്പെടുത്തുക. അവ തമ്മിലുള്ള ആംഗിൾ നിങ്ങൾക്കറിയാം, ഒരു സ്ഫിയർ ആയതുകൊണ്ട് തീറ്റ ഇസ് വിൽ ബി ഈക്വൽ ടു 0. ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ വെക്ടർ ഇ ആൻഡ് വെക്ടർ ഡി എസ് ഫോർ എ സ്ഫിയർ വിൽ ബി 0. ഇനി ഗോസ് തിയറം അപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പാണ്. തീറ്റ 0 ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡി എസ് ഈക്വൽസ് ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ഈനെ പുറത്തേക്ക് എടുക്കുക. ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയ ആണ്. ഇതാണ് ഡി എസ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമ്മൾ ഈ ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയ കിട്ടുക 4π r ഡാഷ് സ്ക്വയർ എന്ന് വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ ഇൻറ്റു 4π r ഡാഷ് സ്ക്വയർ ഈക്വൽസ് ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി ഒരു കണ്ടക്ടറിൻ്റെ പ്രത്യേകത, ഒരു കണ്ടക്ടറിലേക്ക് നിങ്ങൾ ചാർജ് കൊടുത്താൽ ആ ചാർജ് ആ കണ്ടക്ടറിൻ്റെ സർഫസിൽ മാത്രമേ നിൽക്കുള്ളൂ. ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫ്രം ദ ഡയഗ്രാം. ദ ചാർജ് ക്യൂ ഗിവൺ ടു ദ കണ്ടക്ടർ ഈസ് സ്പ്രെഡ് ഓൺലി ഓൺ ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. അതിൻ്റെ അർത്ഥം കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ചാർജ് ഒന്നും ഉണ്ടാവില്ല. ഗോഷ്യൻ സർഫസിൻ്റെ ഉള്ളിൽ ചാർജ് ഒന്നുമില്ല. ഈ ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ് എന്നാണ്. ഗോസസ് തിയറം ഓർമ്മല്ലേ? അപ്പോൾ ഇത് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ് എന്നാണ്. ഗോഷ്യൻ സർഫസിൻ്റെ ഉള്ളിൽ ചാർജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ക്യൂവിൻ്റെ വാല്യൂ 0 കൊടുക്കുക. ക്യൂവിൻ്റെ വാല്യൂ 0 കൊടുത്താൽ ഇ ഇൻറ്റു 4π r ഡാഷ് സ്ക്വയർ ഈക്വൽ 0 എന്ന് കിട്ടും. അതായത് ഇ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട റിസൾട്ടാണ് പറയുന്നത്. വെൻ എ ചാർജ് ഈസ് ഗിവൺ ടു എ കണ്ടക്ടർ ദ ചാർജ് വിൽ റിസൈഡ്. റിസൈഡ് എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്ന അർത്ഥം കേട്ടോ. ദ ചാർജ് വിൽ സ്റ്റേ ഓൺലി ഓൺ ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. ഇൻസൈഡ് എ കണ്ടക്ടർ ചാർജ് ക്യൂ വിൽ ബി 0. ഇൻസൈഡ് എ കണ്ടക്ടർ ചാർജ് ക്യൂ വിൽ ബി 0. ദെയർഫോർ ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 0. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഇൻസൈഡ് ദ കണ്ടക്ടർ. ഇവിടെ നമ്മൾ പോയിൻ്റ് ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട 1-2 പോയിൻ്റ് നമ്മളിവിടെ പറഞ്ഞു. ഇൻസൈഡ് എ കണ്ടക്ടർ ചാർജ് ക്യൂ ഈക്വൽ 0. ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽസ് 0. ഇനി നമുക്കൊരു ഗ്രാഫ് വരച്ച് നോക്കിയാലോ. നമ്മളിപ്പോൾ ഒരു സ്പെരിക്കൽ ഷെല്ലിൻ്റെ കേസിൽ നമ്മൾ 3 പോയിൻ്റ് കൺസിഡർ ചെയ്തു. അറ്റ് എ പോയിൻ്റ് എ, അറ്റ് എ പോയിൻ്റ് ബി ആൻഡ് അറ്റ് എ പോയിൻ്റ് ഔട്ട്സൈഡ് ദ ഷെൽ പി ഇല്ലേ. 3 കേസാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അത് വെച്ചിട്ട് നമുക്കൊരു ഗ്രാഫ് വരച്ച് നോക്കിയാൽ ഇവിടെ നമുക്ക് വേരിയേഷൻ ഓഫ് ഇ വിത്ത് ആർ ഫോർ എ സ്പെരിക്കൽ ഷെൽ. ഗ്രാഫ് ഒന്ന് ആദ്യം ഞാൻ വരയ്ക്കാം. നമ്മൾ വൈ ആക്സിസിൽ ഇയും എക്സ് ആക്സിസിൽ ആറും. ആർ എന്ന് പറഞ്ഞാൽ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്നും പോയിന്റിലേക്കുള്ള ദൂരം കേട്ടോ. സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്നും പോയിന്റിലേക്കുള്ള ദൂരമാണ് ഈ r കാണിക്കുന്നത്, സ്മോൾ r കാണിക്കുന്നത്. ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. എന്നതിൻ്റെ അർത്ഥം 0 മുതൽ r വരെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. കണ്ടില്ല നിങ്ങൾ? 0 മുതൽ R എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ ഉള്ളിലാണ്.
ഷെല്ലിൻ്റെ 0 മുതൽ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഷെല്ലിൻ്റെ ഉള്ളിൽ എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പോൾ ഇവിടം വരെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. പിന്നെ ദൂരേക്ക് വരുന്ന അനുസരിച്ചിട്ട് ഇപ്പോൾ ഇവിടം വരെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ക്യാപിറ്റൽ ആറിൻ്റെ മുകളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. നമ്മൾ കണ്ടാണ് 1/4πε0 Q/R², അല്ലേ? അതാണ് മാക്സിമം ഇവിടെ. നമ്മൾ ഇക്വേഷൻ നോക്കിയാൽ കാണാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² എന്ന്. അപ്പോൾ ഇലക്ട്രിക് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് കുറയുക ചെയ്യുക. അപ്പോൾ സ്ഫിയറിൻ്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാക്സിമം ആണ്. അതിൻ്റെ വാല്യൂ 1/4πε0 Q/R². ഷെല്ലിൽ നിന്നും ദൂരേക്ക് പോകണ അനുസരിച്ചിട്ട് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആണ്. ഇവിടെ നിന്നും ഇങ്ങനെ ദൂരേക്ക് പോകണ അനുസരിച്ചിട്ട് ഡിസ്റ്റൻസ് R കൂടും. ഡിസ്റ്റൻസ് R കൂടുമ്പോൾ നമ്മൾ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കുറയും. അതാണ് ഇലക്ട്രിക് ഫീൽഡ് കുറയുന്നത്. ഒന്നുകൂടി പറയാം, സ്ഫിയറിൻ്റെ ഉള്ളിൽ 0 മുതൽ R വരെയുള്ള ഡിസ്റ്റൻസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, 0 ആണ്. ഓൺ ദ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആണ്. ദൂരേക്ക് പോകണ അനുസരിച്ചിട്ട് പ്രൊപ്പോർഷണൽ ടു 1/R² എന്നാണ്. ദൂരേക്ക് പോകണ അനുസരിച്ചിട്ട് ആറിൻ്റെ വാല്യൂ കൂടുന്ന അനുസരിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് കുറയാൻ തുടങ്ങും. സോ ദിസ് ഗ്രാഫ് റിപ്രസെൻറ്റ്സ് ദ വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡിസ്റ്റൻസ്. ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. വൈൽ യു ആർ ഡ്രൈവിംഗ് ഇൻ എ കാർ ആൻഡ് ദർ ഈസ് ലൈറ്റ്നിങ് ആൻഡ് തണ്ടർസ്റ്റോം, ഇറ്റ് ഈസ് ഓൾവേസ് സേഫ് ടു റിമെയിൻ ഇൻസൈഡ് ദ കാർ. നമ്മൾ നല്ല മിന്നലൊക്കെ ഉള്ള സമയത്ത് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ മൈതാനത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിലോ പോയി നിൽക്കുന്നത് അപകടമാണ്. അതിൻ്റെ കാരണം എന്താണ്? ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ചാർജാണ്, ഹൈ വോൾട്ടേജ് ആണ്. അപ്പോൾ ഡ്യൂറിങ് ലൈറ്റ്നിങ് ചാർജസ് വിൽ fall on the car. The car will act as a hollow conductor. The charge will spread on the surface of the car. There will be no charge and electric field inside the car. അതുകൊണ്ട് തന്നെ കാറിൻ്റെ ഉള്ളിലുള്ള ആൾ സേഫാണ്. അപ്പോൾ ഇവിടെ കാർ ഒരു ഫാരഡേസ് കേജ് പോലെ ആക്ട് ചെയ്യുന്നു. ഈ ഫിനോമിനനാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിനെ ഡിഫൈൻ ചെയ്യുക? ഇൻസൈഡ് എ കണ്ടക്ടർ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. സോ യു ക്യാൻ ക്രിയേറ്റ് എ ഫീൽഡ് ഫ്രീ സ്പേസ് by covering the space with a conductor. This phenomenon is called electrostatic shielding.